ഹായ് മച്ചന്മാരെ, സ്മാക്ക് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സേഫ് ആണെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ മൂന്നാറിലാണ് ഒരു ട്രാവലിംഗ് ബ്ലോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായ വീഡിയോസാണ് ഇത് നിങ്ങൾ കാണാനിരിക്കുന്നത്. നമ്മുടെ ബാക്കിൽ കോട ഇങ്ങനെ ഇറങ്ങി വരുന്നു, കയറുന്നു, എന്താ പറയുക, ഒരു സൂപ്പർ എക്സൈറ്റഡ് ഒരു ട്രാവലിംഗ് ബ്ലോഗാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെ ചാനൽ ഇനിയും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് റൈറ്റ് ടൈമിൽ നിങ്ങളുടെ ഫോണുകളിലൊക്കെ നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. ഇപ്പോൾ തെന്നി വീണാനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പറഞ്ഞതാണ്. ഭയങ്കര നമുക്ക് ആ കോട കയറി വരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു ട്രിപ്പാണ്. ഇന്നലെ ഉച്ചയ്ക്ക് എന്താ പറയുക, ഇത് ട്രിപ്പ് വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ആളിയെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ മൂന്നാർ പോകുന്നുണ്ട്, നീ പെട്ടെന്ന് റെഡി ആവാൻ പറഞ്ഞു. വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ എളിയ വരാമെന്ന് പറഞ്ഞു. പിന്നെ അതിട്ട് നമ്മൾക്ക് ഇറങ്ങി ആ റൂമിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ ബാക്കിൽ അടിപൊളി വ്യൂ ആണ്, നൈസാണ്, ഫോട്ടോജനിക്കാണ്, ഒക്കെ അടിപൊളിയല്ലേ. ഇങ്ങനെ വായിക്കുടിക്കനെ എന്താ ഇത് പറയുക, ഞാൻ പല്ലൊന്നും കഴിച്ചില്ല. രാവിലെ ഉറക്കം എണ്ണീറ്റു, എന്താ പറയുക, ക്യാമറ എടുത്തു, ഈ ഉടുപ്പ് എടുത്തിട്ട് എനിക്ക് പോയിരുന്നു. ഈ പല്ലൊക്കെ തേക്കണ ഫ്രഷ് ആകുമ്പോഴത്തേക്ക് അവരൊക്കെ ഒന്ന് എണ്ണീക്കട്ടെ. അപ്പോഴത്തേക്ക് രാവിലത്തെ കാഴ്ചകൾ നമുക്കിപ്പോൾ ഞങ്ങൾ ഈ ട്രിപ്പ് പോകുന്നത് 10-ാം തീയതിയാണ്. 10-ാം തീയതി വൈകിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നലെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് അതുകൊണ്ട് തന്നെ ഒന്നും കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. എൻ്റെ ഫോണിൽ ചാർജൊക്കെ കുറവായിരുന്നു. എൻ്റെ മൊബൈൽ ക്യാമറയിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക. മൂന്നാറിൻ്റെ ഭംഗി, അങ്ങനെ ഒരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൂന്നാറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുക. ഇത് രാവിലത്തെ കാഴ്ചയാണ്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് ഞാൻ ഫോണിൻ്റെ ക്യാമറ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നു. ഇനി പല്ലൊക്കെ തേക്കണം ചെയ്തിട്ട് അവർ എണ്ണീക്കുമ്പോഴത്തേക്ക് അവരൊന്നും എണ്ണീറ്റിട്ടൊന്നുമില്ല. ഇങ്ങനൊരു വഴിയാണ്. ഈ വഴി ഇങ്ങനെ കയറി മേളിൽ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. അപ്പോൾ വൈബാണ്. ആ മേളിൽ നിന്ന് ആ ഒരു സൈഡിലുണ്ടല്ലേ കോട ഇങ്ങനെ കയറി. എന്താ രസം, അതൊക്കെ തടുക്കുകയും ചെയ്തിട്ട്. ഇവിടെ ഫുള്ള് അങ്ങ് മഞ്ഞായി കേട്ടോ. മുമ്പേ കണ്ട് നിന്നെയാണ്. അവിടെയൊക്കെ വിസിബിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഫുള്ള് മഞ്ഞായിട്ടുണ്ട്. അവിടെയും ഫുള്ള് മഞ്ഞായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, വെട്ടം കറക്റ്റ് ആവുമോ എന്നറിയില്ല. വൈബല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് എസ്റ്റേറ്റാണ്, ഇത് തേയിലയുടെയൊക്കെ എസ്റ്റേറ്റാണ്. എസ്റ്റേറ്റിൻ്റെ നടുക്കായിട്ടുള്ള വീടുകളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഫാക്ടറിയൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ അടുത്തായിട്ട് ടീ ടേസ്റ്റിംഗ് ഫാക്ടറിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് മേപ്പോട്ടായിട്ട് കയറി വരുന്നത് എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. രാത്രിയിൽ ഉറക്കത്തിനകത്തൊക്കെ എണ്ണീറ്റ് വന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ പാറയൊക്കെ ഉണ്ട്. അതാണ്ട് ഇത് ബാക്കിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വൈബാണ്. ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രിസിറ്റി ലൈൻ പോകുന്നുണ്ട്. എന്തോരം പൊക്കത്തിൽ ആ ലൈൻ വലിച്ചേക്കുന്നത് നോക്കും. അങ്ങ് മണ്ടയ്ക്ക് വലിച്ചേക്കുന്നു. പിന്നെ അവിടോട്ടൊക്കെ മലയാണ്. മലയുടെ ഇടയ്ക്ക് ഇത് എന്തിനു മരമാണെന്നറിയില്ല, യൂക്കാലിയാണെന്ന് തോന്നുന്നു. യൂക്കാലി മരങ്ങളൊക്കെ നിൽക്കുന്നു. അപ്പോൾ വൈബല്ലേ. അപ്പോൾ ഇത് ട്രിപ്പ് ഒന്ന് എൻജോയ് ചെയ്യുക. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മാക്സിമം വീഡിയോസൊക്കെ കവർ ചെയ്ത് ഇടാനായിട്ട് ശ്രമിക്കാം. മാക്സിമം സ്ഥലങ്ങളൊക്കെ പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഫുഡും ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇതേ നോക്കി ആ ഒരു സൈഡ് ഫുള്ള് കോടയായി കേട്ടോ. മുമ്പേ ആ ഒരു സൈഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാം ഇങ്ങനെ കോട കയറിയിരിക്കുകയാണ്. വൈബാണ് ഇവിടെ. രാവിലെയൊക്കെ ആണെങ്കിൽ ഭയങ്കര തണുപ്പ്.
വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇവിടെ എന്താ സംഭവം എന്നറിയത്തില്ല. ഈ ഒരു കാട്ടിനകത്താണ് ഒരു സൗണ്ട് കേട്ട്. നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കണോ? എന്നും പറഞ്ഞിട്ടൊരു സൗണ്ട് കേൾക്കുന്നു. എന്താ സംഭവം എന്നറിയില്ല. എന്താ അറിയാവുന്നത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർ എന്താണെന്ന് പറയുക. ചുറ്റൊന്നുമില്ല, മൊത്തം കോട ഇറങ്ങി കയറി നിൽക്കുന്നു. ആ ബാക്കിലത്തെ മല ഒന്നും കാണാൻ പോലും ഇല്ല. ഭയങ്കര രസമായിട്ടുണ്ട്. നോക്കി എന്താ പറയാ, എൻ്റെ പൊന്നെ നോക്ക്. ബാക്കിലതും ഈ താഴോട്ടുള്ളത് കാണാം. ഈ ഒരു ബേപ്പോട്ടുള്ള ഈ ഒരു വ്യൂ ഫുള്ള് അതെ മൊത്തം കോടയാണ്. ആഹാ കോടമഞ്ഞിൻ അങ്ങനെയൊക്കെയുള്ള പാട്ടൊക്കെ പാടി കുടിക്കിട്ട് നമ്മൾ സേർട്ട് വലിക്കേണ്ട ആവശ്യമില്ല. സേർട്ട് വലിക്കുന്നതിന് ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ പൊക്കോട്ടിരിക്കുകയാണ്. ബാക്കിൽ ഞാനിപ്പോൾ കാണിച്ച സ്ഥലങ്ങളെല്ലാം ഫുള്ള് കോട കയറിയിരിക്കുകയാണ്. ഒരേ ഒരു രക്ഷയില്ല. ഭൂമിയിലൊക്കെ ഒരു സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലരും പറയുന്നുണ്ട് ഭൂമിയിൽ സ്വർഗം ശ്രീനഗറിലോട്ടൊക്കെ പോവുക, അല്ലെങ്കിൽ അവിടെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത്രയ്ക്ക് എക്സ്ട്രീം കോൾഡാണോ ഇവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. പക്ഷേ ഇവിടെ നമ്മൾ നമ്മുടെ കാര്യം, നമ്മുടെ ബ്യൂട്ടി നമ്മൾ മനസ്സിലാക്കുക. മൂന്നാർ എന്നൊക്കെ പറയുന്നത് ഒരു വൈബാണ്. എന്താ പറയുക, പൊളിയല്ലേ. ഇവിടെ ഇങ്ങനെ കോട കയറി ഇറങ്ങി നിൽക്കുകയാണ്. മുമ്പേ ആ സ്ഥലത്തൊക്കെ നല്ല വിസിബിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ കോട കയറി തൊട്ട് താഴെയൊക്കെ അടിവാരത്തൊക്കെ കാണാൻ പറ്റുമായിരുന്നു. നമ്മൾ എത്ര ഹൈറ്റാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും എനിക്ക് ട്രാവൽ ബ്ലോഗിൽ ഉൾപ്പെടുത്താനായിട്ട് അറിയില്ല. എന്തായാലും നല്ല വൈബാണ് ഇവിടെ. ഉണ്ടോ ഇവിടെയൊക്കെ മുമ്പേ കോട കയറി മൂടിയിരുന്നതാണ്. കോട കയറി ഇറങ്ങി അതുകൊണ്ട് അവിടുത്തെയൊക്കെ വിസിബിലിറ്റി ഇപ്പോൾ പോയി. നല്ല തണുപ്പ് ആയപ്പോഴത്തേക്ക് നല്ല പാൻറ്റിങ് വരുന്നുണ്ട്. ഇങ്ങനെ ബ്രീത്തിങ്ങിന് ഇത്തിരി പ്രശ്നമുണ്ട്. അപ്പോൾ നോക്കുക, അടിപൊളി. ബാക്കിൽ ആ സൂര്യൻ ഇതിങ്ങനെ ഉദിച്ച് വരുന്നു. ഈ ക്യാമറയിൽ രണ്ടാമത്തെ പ്രാവശ്യം കമ്പുണ്ട്. നോക്കിയ വൈബല്ലേ. ആ മലയുടെ പുറയിൽ നിന്ന് സൂര്യനതാ നമ്മളെ സൂര്യരശ്മികളാൽ തണുപ്പ് ഏറ്റുകൊണ്ട് നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ എവിടെയൊക്കെ ആയിട്ട് വീടുകളോ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം വൈബാണ്. നോക്കി ചുറ്റും കോടയാണ്. വൈബല്ലേ. എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത ഫീലിങ്. എൻജോയ് ചെയ്യുക ഈ ഒരു സമയത്ത്. വിൻ്റർ ടൈമാണ് ഇപ്പോൾ. നവംബർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ ഇങ്ങോട്ടേക്കുള്ള കേരള സർക്കാർ ടൂറിസം വകുപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടൂറിസം എല്ലാം ഞാൻ തിരിച്ച് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കാരണമാണ്. മുഖത്തേക്ക് വെട്ടടിക്കുന്നു. തണുപ്പ് അതിലേക്കായി. അപ്പോൾ കാണാൻ പറ്റുമോ എന്നറിയില്ല. ചുറ്റും ആ ഒരു കോടയും ആ സൂര്യപ്രകാശവും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് ഒരു തിളങ്ങുന്ന ഒരു ഫീലിംഗ് ആണ്. അവിടെ എന്താ രസമാണെന്ന് നോക്കിയേ. ഇവിടുത്തെ വിസിബിലിറ്റി ഫുള്ളേ പോയി. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്നപ്പോൾ ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ എന്താ സംഭവം നോക്കാം. ഇവിടെ ഇങ്ങനെ കല്ലിൻ്റെ ഒരു പടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. വെള്ളം വീഴുന്നതിൻ്റെ ഒരു സംഭവം. ഞാൻ വിചാരിച്ച അരുവിയാണ്. എന്താ സംഭവം നോക്കട്ടെ. എൻ്റെ അമ്മേ ഇവിടെയൊക്കെ കല്ലൊക്കെ ഇളകി കിടക്കുക. ദൈവമേ. ഇതിവിടെ നനയ്ക്കുന്ന എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. പിന്നെ കളകള നാദം ഒഴുകിക്കൊണ്ട് ഇതിൻ്റെ ഇടയിൽ കുടിക്കുക ഒരു ചെറിയൊരു അരുവി പോലെ ഇങ്ങനെ പോകുന്നുണ്ടോ ഒരു വൈബ്. അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. എന്തോ ഇവിടത്തേക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന മലവെള്ളമാണോ മണ്ടയ്ക്ക് നിന്നൊക്കെ വരുന്നതായിരിക്കും. അങ്ങ് മണ്ടയ്ക്ക് നിന്ന് വരുന്നതാണ്. ചുറ്റും തേയിലത്തോട്ടങ്ങളും അതിൻ്റെ കൂടെ അതിനെ അതിന് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അതിൻ്റെ കൂടെ കോട മഞ്ഞും തൊട്ട് മേളിലോട്ടൊക്കെ നോക്കിയാട്ടെ എന്താ രസമാണെന്ന്. പൊളിയല്ലേ ചവരെ. ഒരു ദിവസം വന്നത് എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ വീഡിയോയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ റൂമിലോട്ട് പോയി എല്ലാവരും എണ്ണീറ്റോടെ നോക്കാം.
അളിയനൊക്കെ എണ്ണീറ്റെന്ന് തോന്നുന്നു. നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇവിടുന്ന് ബാക്കിൽ ആ ഒരു സൂര്യൻ്റെ പ്രകാശം വരുന്നിടത്തായിട്ട് നമുക്ക് വിസിബിലിറ്റി കുറവാണ്. ശരിക്കും ഈ തേയിലച്ചെടി നിൽക്കുന്നതുണ്ടോ, ഇത്രയും കനം ഉണ്ടായിട്ടും നമ്മുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മരങ്ങളൊക്കെ ഇത്രയും ഇതായിട്ടും ഈ സാധനം മേളിലേക്ക് ഇതാക്കി വിടത്തില്ല. ഈ മണ്ടയ്ക്കുള്ള കിളിർത്ത ഇല ഇങ്ങനെ പിച്ചി എടുത്തിട്ടാണ് ഉണക്കി പൊടിച്ചിട്ടാണ് തേയില ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മരങ്ങളുടെ ഈ ഒരു സംഭവം കണ്ടല്ലേ, ഇത്ര ഹൈറ്റിലേ ഇത് വളർത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇത് പിച്ചി എടുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ വെട്ടി വിടുന്നത്. നൈസല്ലേ? അത് ആ ഒരു കൂട്ടത്തോടെ നിൽക്കുമ്പോൾ ഇങ്ങനെ മേപ്പോട്ട് മലയാണ്. അതാണ് അവിടെ അപ്പോൾ ക്ലിയർ വിസിബിലിറ്റി ഉണ്ട്. വീണ്ടും അവിടെ ഇങ്ങനെ ആ ഒരു നമ്മൾ മുമ്പേ കണ്ട സ്ഥലങ്ങളെല്ലാം കോട കയറിയിരിക്കുകയാണ്. നല്ല തേയില തോട്ടത്തിൽ തേയില പറിക്കാൻ വരുന്നൊരു ചേച്ചി അവിടെ നടന്നു വരുന്നു. അങ്ങനെ തേയിലയൊക്കെ പിടിക്കാൻ നിൽക്കുകയാണ്. അവിടെ തേയില പറിക്കാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി അവിടുത്തെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. തേയിലത്തോട്ടത്തിൽ തേയില പറിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അതാണ് അവിടെ ഇങ്ങനെ വൈബാണ്. നമ്മുടെ റൂം ചെറിയൊരു റൂമാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ ചെറിയൊരു റൂം എടുത്തതാണ്. അവർ ഉറങ്ങി എണ്ണീറ്റെന്ന് നോക്കട്ടെ. ആൻഡ് ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു ചെടി, നൈസായിട്ടുണ്ട്. എന്താ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അതിൻ്റെ ഇവിടെ ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആരും ഇവിടെ എണ്ണീറ്റില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ, അവരാരും ഇവിടെ എണ്ണീറ്റിട്ടില്ല. അപ്പോൾ എന്താ പറയുക, അവരൊക്കെ ഉറക്കത്തിൽ തന്നെയാണ്. നമുക്ക് വീണ്ടും താഴോട്ടോ അല്ലെ മേപ്പോട്ടോ ഒക്കെ പോവാം. ഇവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇവിടെ നിന്നിട്ട് നല്ലൊരു ആംഗിളാണ്. മേളിലോട്ട് മലകളൊക്കെയാണ്. ആ ഒരു മല, അതിനകത്ത് മൊത്തം എന്താ പറയുക, കോട ഇങ്ങനെ കയറി ഇറങ്ങി. ഇപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ചേച്ചിമാർ ഈ തേയിലയൊക്കെ പിച്ചാനായിട്ട് പോകുന്നുണ്ട്, സംഭവം പിച്ചാനായിട്ടൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു വൈബാണ് ഇവിടെ. ഇതിൻ്റെ മേപ്പോട്ട് ഇങ്ങനെ മലയിൽ ഇങ്ങനെ മേപ്പോട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കോട ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുകയാണ്. രണ്ട് ചേച്ചിമാർ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. രണ്ട് ചേച്ചിമാർ അവരുടെ തോട്ടത്തിലെ പണിക്ക് വേണ്ടിയിട്ടൊക്കെ പോവുകയാണ്. തേയില വിൽക്കാനായിട്ടൊക്കെ അവരുടെ സാധനങ്ങളും ഇത് വെട്ടി വിടാനായിട്ടൊക്കെയുള്ള സംഭവങ്ങളായിട്ടൊക്കെ അവർ പോകുന്നു രാവിലെ. എൻ്റെ പുറകിൽ വരുന്നുണ്ട് ചേച്ചിമാർ, നല്ലവളായിട്ട് വരുന്നുണ്ട്. അവരിങ്ങനെ നടന്നു വരികയാണ്. ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. നല്ല രസമുണ്ട് സംഭവം കാണാനായിട്ട്. ഞാൻ താഴെ നമ്മൾ കയറി വന്ന സ്ഥലത്തെല്ലാം ഇപ്പോൾ കോട കയറിയിട്ടുണ്ട്. ഇപ്പോൾ ആ വെയിൽ വന്നപ്പോഴത്തേക്ക് ആ കോടയെല്ലാം മാറിയിട്ടുണ്ട്. നമ്മുടെ പട്ടാഴിക്കൊമ്പൻ ഇവിടെ മഞ്ഞിനകത്ത് ഇങ്ങനെ കോടമഞ്ഞും ഏറ്റ് ഇങ്ങനെ തലയെടുപ്പോടെ പാർക്കിങ്ങിൽ കിടക്കുന്നുണ്ട്. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണിത്. ഇനിയിപ്പം നമുക്കൊന്ന് മേപ്പോട്ട് പോയി നോക്കാം. ആ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വഴി കൂടെ മേപ്പോട്ട് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതെന്ത് ഭയങ്കര രസമാണല്ലോ. മൊത്തം ഇവിടോട്ടൊന്നും വണ്ടിയൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ സുജിത്തേട്ടൻ്റെ വണ്ടി ഫോർഡ് എൻഡവറും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ മേപ്പോട്ടൊക്കെ കയറാൻ പറ്റുള്ളൂ. അല്ലാതൊക്കെ ഭയങ്കര പാടാണ് ഇവിടെ കയറി വരാൻ. ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് മേളിലോട്ടുള്ളൊരു വ്യൂ നോക്കാം. അടിപൊളിയല്ല, ഒരു രസമാണ്. കിടു എന്ന് പറഞ്ഞാൽ കിടു. നമുക്ക് ഫുള്ള് തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ അവിടെ ഇവിടെ ചെറിയൊരു അരുവിയൊക്കെ വരുന്നൊരു തണുത്തിട്ടിരിക്കാൻ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയ സംഭവമാണ്. ഈ പാറയുടെയൊക്കെ മേളിലൊക്കെ നമുക്ക് കയറിയിരിക്കാം. പക്ഷേ നിരങ്ങി വീഴരുത്, പാറയെല്ലാം തെന്നി കിടക്കുകയൊക്കെയാണ്. അതുകൊണ്ട് ഇവിടെ ഇത് അവർ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. മേളിൽ നിന്ന് വരുന്ന വെള്ളം അവർ ചാല് പോലൊക്കെ വെട്ടി വിട്ടിട്ട് ചെയ്യുന്നതാണ്. ഇവിടെ എന്തോ ഒരു സംഭവം എഴുതി വെച്ചേക്കുന്നത് MH എന്നും പറഞ്ഞിട്ട്. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഏതെങ്കിലും ഡിവിഷനോ അല്ലെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള സംഭവമായിരിക്കും. ഇതിങ്ങനെ കാപ്പി ഇങ്ങനെ മേപ്പോട്ടങ്ങ് വളർന്നു പോകും. അതിന് പകരമാണ് ഇവരിങ്ങനെ വെട്ടി വിട്ട് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെട്ടി വിടുന്നത്. അതുകൊണ്ടാണ്
നോക്കെന്താ രസമാണ് നോക്കാം ആ ഒരു കാഴ്ചകൾ. പൊളിയല്ലേ? നിങ്ങൾ മച്ചന്മാരെ ഒരു രക്ഷയില്ല. ഇവിടേക്കൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾ വന്നിട്ടുണ്ടാവാം, പക്ഷേ ഈ ഒരു വിൻ്റർ ടൈമിൽ ഇപ്പോൾ ടൂർ പാക്കേജുകളെല്ലാം സ്റ്റോപ്പായിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. കേരള ടൂറിസത്തിൻ്റെ അനുമതിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മളിവിടെ ഒറ്റയ്ക്കൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ മാസ്ക് ഉപയോഗിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് അകലെ ആ മേഘാവൃതമായ ആകാശം നോക്കി എന്താ രസമാണെന്ന് നോക്കി. പൊളിയല്ലേ? ശരിക്കും ഇതൊക്കെയാണ് പ്രകൃതി ഭംഗി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഞാനിപ്പോൾ മൂന്നാറിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലൈവായിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ഈ ചെയ്തു തരുന്നത്. അല്ലാതെ മറ്റേ ആകെ ഇതിനകത്ത് എഡിറ്റിങ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ എടുക്കുന്ന ഷോട്ടുകൾ കട്ട് ചെയ്തിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ നോക്കിയേ വഴികളൊക്കെ നോക്ക്. അപ്പോൾ നിങ്ങൾക്കൊരു ലൈവ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്ന് പറയുന്നത്. നമുക്ക് ഒരു ലൈവ് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്തൂടെ തരുന്നത്. എന്നാലാവുന്ന രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ. പക്ഷെ എൻ്റെ കമന്ററി അല്ലെങ്കിൽ ഞാൻ പറയുന്ന വോയിസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക, എല്ലാവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. നോക്കാം, ആ ഒരു തേയിലത്തോട്ടത്തിന് താഴെയൊക്കെ എനിക്ക് ഒന്നാ കാണുന്നത് വാഗമണ്ണൊക്കെ പോകണമെന്ന് പറയുന്നത്. ഫാക്ടറി മീൻസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ അങ്ങനെയാണെങ്കിൽ കോടയൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും റൂമിനകത്തേക്ക് പോവുകയാണ്. നിങ്ങൾ ചാനലിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാരണം ഇത് എപ്പിസോഡുകളായിട്ട് മാത്രമേ എനിക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 2 ദിവസത്തെ വീഡിയോ ആണ്. ഞാൻ ഈ ഇത്രയും ലെങ്തായി പോയത് അതുകൊണ്ടാണ്. നിങ്ങളതുകൊണ്ട് സ്റ്റേ ട്യൂൺ ഫോർ ദി നെക്സ്റ്റ് വീഡിയോ ഓഫ് മൂന്നാർ. അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നായിരുന്നു ലൈക്ക് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോസ് തുടർന്നുള്ള ദിവസങ്ങളിൽ എഡിറ്റൊക്കെ ചെയ്ത് ഇട്ട് തരുന്നതാണ്. നിങ്ങൾ മാക്സിമം ഈ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ലൈവ് ആയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവങ്ങളെല്ലാം ചെയ്തു തരുന്നത്. അപ്പോൾ ആ ഒരു എഫേർട്ട് എടുക്കുന്നതിന് നിങ്ങളാ ഒരു സപ്പോർട്ട് തരിക. ഒരുപാട് നല്ല നല്ല സസ്പെൻസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്, വെറൈറ്റി വീഡിയോസ്. അതും ഇതെല്ലാം ലൈവാണ്. നിങ്ങൾ ആ ഒരു സംഭവം ശ്രദ്ധിക്കുക. അത് ലൈവ് മീൻസ് ഞാൻ ലൈവ് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ സീക്വൻസ് അറേഞ്ച് ചെയ്യുന്നു എന്ന് മാത്രമുള്ള എഡിറ്റിങ്ങേ ഉള്ളൂ. അല്ലാത്ത ഇതിനകത്ത് വലിയ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ എങ്ങനെയാണോ ലൈവ് ഒരു മൂന്നാർ എക്സ്പീരിയൻസ് എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സീരീസ് കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഈ 18 മിനിറ്റ് ലെങ്ത് വന്നത്. അപ്പോൾ നമ്മളിനി പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടി പോകണം. ഭയങ്കര തണുപ്പ്, കോട കയറിയിട്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. സ്റ്റേ ട്യൂൺഡ് നെക്സ്റ്റ് ഫോർ ദി വീഡിയോ. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പം വെറൈറ്റി വീഡിയോസുമായി എത്തുന്നവരേക്കും ബൈ.